നമുക്കിന്ന് സിക്കിമിലെ ദീപാവലി വിശേഷങ്ങൾ കണ്ടാലോ. ഞങ്ങൾ വലിയ കാര്യത്തെ ബജാറിൽ ചെന്ന് പടക്കവും പൂത്തിരിയൊക്കെ വാങ്ങാമെന്ന് കരുതി ചെന്നതാണ്. അവിടെ ചെന്നപ്പോൾ നേരെ തിരിച്ച് പടക്കവും ഇല്ല, പൂത്തിരിയില്ല, ഒരു മരുന്നിന് പോലും ഒന്നുമില്ല. സത്യം പറഞ്ഞാൽ 2 കടകളെ കണ്ടുള്ളൂ. പടക്കമെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ പോലെ ഓലപ്പടക്കവും അങ്ങനെയുള്ള ഒന്നുമില്ല. ഇവിടെ എന്ന് വെച്ചാൽ പടക്കം ഓപ്പണായിട്ട് വെച്ച് പടക്കവും പൂത്തിരിയും ഒന്നും വിൽക്കാൻ പാടില്ല, അവിടെ കുറ്റമാണെന്ന്. വലിയ ആഘോഷങ്ങളൊന്നുമില്ല, നമ്മുടെ നാട്ടിലെ പോലെ വലിയ ആഘോഷങ്ങളൊന്നുമില്ല. ബജാറിൽ ചെന്നിട്ട് സാധാ ഒരു ദിവസം പോലെ തന്നെ ദീപാവലിയുടെ ആയിട്ടുള്ള ഒരു വിശേഷങ്ങളും ഇവിടെ കണ്ടില്ല. മൺചട്ടി കടകളാണ് കൂടുതലും, മൺചിരാത് ആ കടകളാണ് കൂടുതലും ഉള്ളത്. കൂടുതൽ കച്ചവടക്കാരും അവരുടെ തന്നെയാണ്. ഇവിടെ പടക്കമൊക്കെ പുറത്ത് വെച്ചിട്ട് വിറ്റ് കഴിഞ്ഞാൽ കേസാകും, അങ്ങനെയൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അതുകൊണ്ടായിരിക്കാം ഇവിടെ വലുതായിട്ട് ഇല്ലാത്തത്. പ്രത്യേകിച്ച് ഇവിടെ തണുപ്പും കൂടെ അല്ലേ. അപ്പം ഞാൻ ചുമ്മാ ബജാറിൽ പോയതല്ലേ, എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാലോ എന്ന് കരുതിയിട്ട് വീഡിയോ എടുത്തതാണ്. ചെറിയ ചെറിയ കടകൾ കണ്ടു. പിന്നെ രംഗോലി കടകളുണ്ട്. നമ്മൾ ഓണത്തിന് പൂക്കളം ഇടുന്ന പോലെ ഇവിടെ ദീപാവലിക്ക് വടക്കന്മാർ രംഗോലി ഇടുമല്ലോ. അപ്പോൾ അവരുടെ ചെറിയ ചെറിയ കടകൾ കണ്ടു. പിന്നെ ഈ മൺചിരാത്, ഇവിടുന്ന് ഞങ്ങൾ കുറച്ച് ചട്ടിവിളക്കൊക്കെ വാങ്ങി. ഇവിടെ വിളക്കിന് ഭയങ്കര ലാഭം കേട്ടോ. അതായത് 12 വിളക്കിന് 20 രൂപ. ഞങ്ങളതിനെ കുറച്ച് വിളക്കൊക്കെ വാങ്ങി. അത് കഴിഞ്ഞ് ഒരുപാട് നമ്മുടെ ചെറിയ ലൈറ്റ് കടകളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ പൂക്കടകൾ ഒരുപാടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ പറഞ്ഞ പടക്കക്കട ഇതാണ് കേട്ടോ. ഇവിടെ എന്ന് വെച്ചാൽ പുറമേ അവർ ലൈറ്റുകളൊക്കെയാണ് കൂടുതലും. മെഴുകുതിരികളും മെഴുകു വിളക്കുകളും ചട്ടി വിളക്കുകളും പൂക്കൾ, രംഗോലി, ഇതൊക്കെയാണ് രംഗോലി കളറ്. ഇവരിതൊക്കെയാണ് പുറമേ വെച്ച് വിൽക്കുന്നത്. അവരിയ്ക്കുന്ന അവിടുത്തെ താഴത്തെ തട്ടിലായിട്ടാണ് പടക്കവും പൂത്തിരിയൊക്കെ വെച്ച് വിൽക്കുന്നത്. ഇവിടുത്തെ പോലീസുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇത് പ്രശ്നമാകും. അവർ ഞങ്ങളോടത് പറഞ്ഞു. അത് കാരണം അതവർ ഇവിടുത്തെ ആൾക്കാർ കൂടുതലും ഉപയോഗിക്കാറില്ല. അത് പടക്കവും പൂത്തിരി അങ്ങനെയുള്ള ദീപാവലി ആഘോഷിക്കാറില്ല. നമ്മളെപ്പോലെ ഇവിടെ വരുന്നവരും ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്, അവരൊക്കെയാണ് കൂടുതലും ദീപാവലി ആഘോഷിക്കുന്നത്. ഇത് കേട്ടോ, ഇത് പാമ്പ് പടക്കമാണ്. പിള്ളേർക്ക് വേണമെന്ന് കരുതി ഞങ്ങൾ ഇതിലെ 2 വാങ്ങി. തണുപ്പായതുകൊണ്ട് ഇതൊക്കെ കത്തുമോ പൊട്ടുമോ എന്നൊക്കെയുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഞങ്ങൾ മേടിച്ച കൂടുതലും പടക്കങ്ങളൊന്നും പൊട്ടിയിട്ടില്ല. സത്യം, അത് വെറുതെ എടുത്ത് കളയുമായിരുന്നു, കത്തുന്നില്ലായിരുന്നു. പിന്നെ കുറേ പൂക്കടകളൊക്കെ കണ്ടു. ഒരുപാട് പേര് പൂക്കളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ ഇത് കാണുമൊക്കെ അറിയില്ല. പിന്നെ ഞങ്ങൾ വൈകുന്നേരം ആയപ്പോൾ വീട്ടിൽ വിളക്കൊക്കെ കത്തിച്ചു. ഇത് ഞങ്ങളുടെ കോട്ടൻ്റെ വാതിൽ കത്തിച്ച മൺചിരാതാണ്. ഇത് ഞങ്ങൾ ദീപാവലിയുടെ തലേദിവസവും കത്തിച്ചു, ദീപാവലിയുടെ അന്ന് ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു. അപ്പോൾ ഇത് ഞങ്ങളുടെ കോട്ടൻ്റെ വാതിലാണ്. ഇത് ഫ്രണ്ട് വശമാണ്. അപ്പോൾ ഇവിടെ അപ്പുറമൊക്കെ ഉള്ള ആൾക്കാരൊന്ന് ലീവിന് പോയേക്കുവാണ്. ദീപാവലി കാരണം അവരൊക്കെ ലീവിന് പോയേക്കുവാണ്. ആൾക്കാരൊക്കെ കുറവാണ്. അപ്പം ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഞങ്ങളുടെ ഈ ഒരു ബിൽഡിങ് ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ അങ്ങോട്ട് മാറിയുള്ള ബിൽഡിങ്ങിലൊക്കെ ആഘോഷങ്ങളൊക്കെ ഉണ്ട്. അത് വേറെ വേറെ ഹരിയാന, രാജസ്ഥാൻ, ഓരോരോ സംസ്ഥാനക്കാരാണ്. അപ്പോൾ ഞങ്ങൾ വിളക്കൊക്കെ കത്തിച്ചു. അത് കഴിഞ്ഞു പൊന്നൂന് പൂത്തിരി കത്തിക്കണം. പടക്കം കൊണ്ടുവന്ന് കൂടുതലും ചീറ്റിപ്പോയി. ഒരൊറ്റ പടക്കം പോലും കത്തിയില്ല. പിന്നെ മാലപ്പടക്കം ചേട്ടൻ വേറൊരു കടയിൽ നിന്ന് വാങ്ങിയിരുന്നു, അത് നല്ലതായിട്ട് പൊട്ടിയിട്ടുണ്ട്. പിന്നെ പൂത്തിരി മാത്രമേ ഉള്ളൂ മേടിച്ച കൂട്ടത്തിൽ ഞങ്ങൾക്ക് ലാഭം തോന്നിയത്. കാരണം അത് മാത്രമേ ഉള്ളായിരുന്നു കത്തിയത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ പൂത്തിരിയും പടക്കമൊക്കെ ദൂരെ നിന്ന് കാണുന്ന ഇഷ്ടമാണ്. ഞാൻ കത്തിക്കാറില്ല, എനിക്ക് പേടിയാണ്. പൊന്നൂന് ഭയങ്കര ഇഷ്ടമാണ് പൂത്തിരിയൊക്കെ കത്തിക്കാൻ. പൊന്നും ശ്രീകുട്ടിയും പൂത്തിരിയൊക്കെ കത്തിക്കുന്നു. ശ്രീയേട്ടൻ അവിടെ അതിൻ്റെ പുറകിൽ നിന്ന് പടക്കം പൊട്ടിക്കാൻ നോക്കുന്നുണ്ട്, പക്ഷേ എങ്കിൽ പൊട്ടുന്നില്ല. അങ്ങനെ പൂത്തിരിയൊക്കെ കത്തിച്ചു. ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ ആഘോഷിച്ചു. പിള്ളേരൊക്കെ എൻജോയ് ചെയ്ത്. അപ്പോൾ ഞങ്ങളുടെ ദീപാവലിക്ക് ഞങ്ങൾക്കൊരു ഗസ്റ്റ് വന്നായിരുന്നു, ഒരു അതിഥി വന്നായിരുന്നു. ആ അതിഥിയെ കാണിച്ചു തരാം കേട്ടോ. ഒരു ചിത്രശലഭം. ദീപാവലിയുടെ തലേദിവസം, അതായത് ഇന്നലെ, ഒരു ബ്ലാക്ക് കളറിലെ ചിത്രശലഭമായിരുന്നു വന്നത്. ഇതേ സ്പോട്ടിൽ തന്നെ വന്നിരുന്നത്. ഇന്ന് നോക്കിയപ്പോൾ അതേ സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്നു. പിന്നെ ഇവിടെ കളറിലുള്ള പൂത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. ശ്രീകുട്ടി കത്തിക്കുന്ന കണ്ടപ്പോൾ പൊന്നൂന് കത്തിക്കണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം വെച്ച് ശ്രീകുട്ടി ചേച്ചി താടി എന്നൊക്കെ പറഞ്ഞ് തട്ടിപ്പറിച്ച് മേടിച്ച് കത്തിച്ച കൂട്ടത്തിൽ കയ്യിലെന്തോ തെറിച്ച് വീണ്. അന്നേരം ആൾ വലിച്ചെറിഞ്ഞു. പുള്ളി പിന്നെ പേടിച്ചു പോയി. പിന്നെ പുള്ളിക്കാരിക്ക് പൂത്തിരി കത്തിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഒക്കെ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ദീപാവലി വിശേഷം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി.